വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒക്ടോബർ 1-ാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC പരീക്ഷ ഏതുമാകട്ടെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെപ്റ്റംബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് മുകളിൽ നൽകാം. ആദ്യത്തേത്, ക്ലീൻ പ്ലാൻ പ്രോഗ്രാം ഏത് മന്ത്രാലയമാണ് ആവിഷ്കരിച്ചത്? ഉത്തരം വരുന്നത് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം ഏത് മന്ത്രാലയമാണ് ആവിഷ്കരിച്ചത്? ഉത്തരം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻ സെൽവാസികി എന്ന പുതിയ ഇനം സസ്യം കണ്ടെത്തിയത്? ഉത്തരം പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻ സെൽവാസികി എന്ന പുതിയ ഇനം സസ്യം കണ്ടെത്തിയത്? ഉത്തരം പശ്ചിമഘട്ടം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ചോദ്യം, അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ബാരൻ ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആൻഡമാൻ കടൽ. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഇടം നേടിയ ബാരൻ ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആൻഡമാൻ കടൽ. ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം ഏത് മന്ത്രാലയമാണ് ആവിഷ്കരിച്ചത്? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻ സെൽവാസികി എന്ന പുതിയ ഇനം അടുത്തിടെ കണ്ടെത്തിയത്? ഉത്തരം പശ്ചിമഘട്ടം. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ബാരൻ ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ കടൽ. ആദ്യ യുവ ഫെലോഷിപ്പും ആദ്യ കർമ്മയോഗി വളണ്ടിയേഴ്സ് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം? ഉത്തരം ഗോത്രകാര്യ മന്ത്രാലയം. ആദ്യ യുവ ഫെലോഷിപ്പും ആദ്യ കർമ്മയോഗി വളണ്ടിയേഴ്സ് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം ഏത്? ഗോത്രകാര്യ മന്ത്രാലയം. 2025 ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ അടിസ്ഥാനതല ഡിജിറ്റൽ സേവന വിതരണത്തിനുള്ള പുതിയ വിഭാഗത്തിൽ സ്വർണ്ണ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത്? രോഹിണി, മഹാരാഷ്ട്ര. 2025 ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ അടിസ്ഥാനതല ഡിജിറ്റൽ സേവന വിതരണത്തിനുള്ള പുതിയ വിഭാഗത്തിൽ സ്വർണ്ണ അവാർഡ് നേടിയത്? രോഹിണി, മഹാരാഷ്ട്ര. ആദ്യ യുവ ഫെലോഷിപ്പും ആദ്യ കർമ്മയോഗി വളണ്ടിയേഴ്സ് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം? ഗോത്രകാര്യ മന്ത്രാലയം. 2025 ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ അടിസ്ഥാനതല ഡിജിറ്റൽ സേവന വിതരണത്തിനുള്ള പുതിയ വിഭാഗത്തിൽ സ്വർണ്ണ അവാർഡ് നേടിയത്? ഗ്രാമപഞ്ചായത്ത്. രോഹിണി, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, നവീകരണവും സംരംഭകത്വവും വളർത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ലോക്കൽ എക്കോണമി ആക്സിലറേറ്റർ പ്രോഗ്രാം ആരംഭിച്ചത്? ഉത്തരം കർണാടക. നവീകരണവും സംരംഭകത്വവും വളർത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ലോക്കൽ എക്കണോമിക് ആക്സിലറേറ്റർ പ്രോഗ്രാം ആരംഭിച്ചത്? ഉത്തരം കർണാടക. അടുത്തത്, ഇന്ത്യ UK ബന്ധം കൂടുതൽ അടുപ്പിക്കുന്ന 2025 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് അവാർഡ് ലഭിച്ചത്? ലിവിംഗ് ബ്രിഡ്ജ് അവാർഡ്. ഇന്ത്യ UK ബന്ധം കൂടുതൽ അടുപ്പിക്കുന്നതിനായി 2025 സെപ്റ്റംബർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് അവാർഡ് ലഭിച്ചത്? ലിവിംഗ് ബ്രിഡ്ജ് അവാർഡ്. നവീകരണവും സംരംഭകത്വവും വളർത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ലോക്കൽ എക്കോണമി ആക്സിലറേറ്റർ പ്രോഗ്രാം ആരംഭിച്ചത്? കർണാടക. ഇന്ത്യയും UKയും ബന്ധം കൂടുതൽ അടുപ്പിക്കുന്നതിന് 2025 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് അവാർഡ് ലഭിച്ചത്? ലിവിംഗ് ബ്രിഡ്ജ് അവാർഡാണ്. ബീഹാറിൽ നിന്ന് ഏറ്റവും പുതുതായി റാംസർ പട്ടികയിൽ ഇടപെട്ടത് ഗോകുൽ റിസർവോയർ ആൻഡ് ഉദയ്പൂർ തടാകം. ബീഹാറിൽ നിന്നും ഏറ്റവും പുതിയതായി റാംസർ പട്ടികയിൽ ഇടം പിടിച്ചത് ഗോകുൽ റിസർവോയർ, ഉദയ്പൂർ തടാകം. അടുത്തത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായിരുന്നു? ഉത്തരം ജസ്റ്റിസ് PV ആശ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത്? ഉത്തരം ജസ്റ്റിസ് PV ആശ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത്? ഉത്തരം ഗിരീഷ് ചന്ദ്ര മുർമു. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. അടുത്ത ചോദ്യം, ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരത്തിന് അർഹനായത്? MN കാരശ്ശേരി. ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരി.
ബീഹാറിൽ നിന്നും പുതുതായി റാംസർ പട്ടികയിൽ ഇടം പിടിച്ചത് ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് PV ആശ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഉത്തരം ഗിരീഷ് ചന്ദ്ര മുർമു. ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരത്തിന് അർഹയായത് MN കാരശ്ശേരി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.